ഹായ് ആൻഡ് ഹലോ വെൽക്കം ടു റിലീഫ് ദ മൈൻഡ്. നമ്മളിന്ന് സംസാരിക്കുന്നത് ടൈം ട്രാവലറിനെ കുറിച്ചാണ്. ഈ ടൈം ട്രാവലർ സത്യമോ അതോ പടച്ചുവിടുന്ന നുണക്കഥയോ? ഇതിനെപ്പറ്റി ചരിത്രം പരിശോധിക്കുമ്പോൾ ടോക്കിയോയിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കിടക്കാം. ലോഗോ പ്ലീസ്. ചരിത്രം പഠിക്കാത്ത ധാരാളം മണ്ടന്മാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ആ കൂട്ടത്തിലാണ് ഞാനും. വർഷം 1954 ജൂലൈ 24. ടോക്കിയോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ജീവനക്കാർ അവരവരുടെ വിഭാഗങ്ങളിൽ സാധാരണ പോലെ ജോലിയിലാണ്. ചൂട് വളരെ കൂടുതലുള്ള ഒരു ദിവസം 12:30 എയർ ഫ്രാൻസ് വിമാനം പുറപ്പെടാൻ വേണ്ടി വഴിയൊരുക്കുന്ന തിരക്കിലാണ്. ചില എയർപോർട്ട് ജീവനക്കാർ എമിഗ്രേഷൻ വിഭാഗത്തിൽ പാസ്പോർട്ടുകൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. പതിവിലും വിപരീതമായി തിരക്കന്ന് വളരെ കുറവായിരുന്നു. ആളുകളുടെ മുഖത്ത് നോക്കാതെ പാസ്പോർട്ടിലേക്ക് നോക്കി സ്പീഡിൽ എമിഗ്രേഷൻ പതിപ്പിച്ചു കൊടുക്കുകയാണ് ജീവനക്കാർ. പെട്ടെന്നാണ് തൻ്റെ അടുക്കൽ നീട്ടിയ ഒരു പാസ്പോർട്ടിലെ രാജ്യത്തിൻ്റെ പേര് അയാളുടെ കണ്ണിലുടക്കിയത്. ടോററ്റ്. ഉടനെ തന്നെ ആ പാസ്പോർട്ട് കൊടുത്ത ആളെ അയാൾ ഒന്ന് മുഖമുയർത്തി നോക്കി. തൊപ്പി വെച്ച് താടി വളർത്തിയ ഒരു ഉയരം കൂടിയ മനുഷ്യൻ. പാസ്പോർട്ടിലും അല്ലാതെയും അയാളുടെ മുഖം വ്യക്തമല്ലാത്ത എന്തോ പോലെ തോന്നി. അപ്പോൾ അയാളോട് ചോദിച്ചു, സാർ, എവിടെയാണ് ഈ രാജ്യം? ഞാൻ കേട്ടിട്ടില്ലല്ലോ. ജീവനക്കാരൻ്റെ ചോദ്യത്തിന് മുൻപിൽ യൂറോപ്യൻ ശൈലിയിലുള്ള ഉടയാടകൾ അണിഞ്ഞ് അയാൾ തിരിച്ചു ചോദിച്ചു, എന്താണ്, ഇതിനു മുൻപ് താങ്കൾ ഈ രാജ്യത്തിൻ്റെ പേര് കേട്ടിട്ടില്ലേ? ഇല്ല എന്നയാൾ മറുപടി പറഞ്ഞു. താങ്കൾ ആ രാജ്യത്തെ പൗരനാണോ? വീണ്ടും ചോദിച്ചു. അതെ എന്നയാൾ മറുപടി പറഞ്ഞു. സോറി സാർ, താങ്കളുടെ പാസ്പോർട്ടിന് എമിഗ്രേഷൻ നൽകുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. താങ്കൾ ഒരല്പനേരം കാത്തിരിക്കൂ, എൻ്റെ ചീഫ് ഓഫീസേഴ്സുമായി ഞാനൊന്ന് സംസാരിക്കട്ടെ. അതുവരെ താങ്കൾ ക്ഷമിക്കുക. അപ്പോൾ അയാൾ പറഞ്ഞു, 3 പ്രാവശ്യം ഞാനിവിടെ നിന്ന് എൻ്റെ രാജ്യത്തേക്ക് പോയിട്ടുണ്ടല്ലോ, അതിൽ സീല് കാണാം. പിന്നെ എന്താണ് നിങ്ങൾ എമിഗ്രേഷൻ നൽകാത്തത്? ആൻ്റോണിയോ ജനാൻസ്ഫർ എന്നു പേരുള്ള അയാൾ ഒരൽപ്പം ദേഷ്യത്തിൽ, അതായത് നീരസം കലർന്ന മട്ടിൽ ചോദിച്ചു. എമിഗ്രേഷൻ ജീവനക്കാരൻ ഇയാൾക്ക് മറുപടി പറയാൻ നിൽക്കാതെ എഴുന്നേറ്റ് ചീഫ് ഓഫീസറുടെ റൂം ലക്ഷ്യമാക്കി നടന്നു. കയ്യിൽ ഇയാളുടെ പാസ്പോർട്ടുമുണ്ട്. റൂമിലേക്ക് പോയ അയാളും ചീഫും തിരിച്ച് റൂമിന് വെളിയിൽ വന്ന് പാസ്പോർട്ടിലേക്ക് തന്നെ നോക്കി എന്തോ സംസാരിക്കുന്നത് ദൂരെ ഇരുന്നുകൊണ്ട് തന്നെ ആൻ്റണിയോ കാണുന്നുണ്ട്. ചീഫ് വാക്കി ടോക്കി ഉപയോഗിച്ച് മറ്റ് 2 എമിഗ്രേഷൻ ജീവനക്കാരെ കൂടി വിളിച്ചു വരുത്തി. എന്നിട്ട് അതിലൊരു ഇമിഗ്രേഷൻ ജീവനക്കാരനെ കൊണ്ട് ഈ ആൻ്റോണിയോയെ ഓഫീസ് റൂമിലേക്ക് വിളിപ്പിച്ചു. ഹസ്തദാനത്തിന് ശേഷം ചീഫ് ചോദിച്ചു, സാർ, താങ്കളുടെ പാസ്പോർട്ട് വ്യാജനോ മറ്റോ ആണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ ലിസ്റ്റിൽ താങ്കളുടെ രാജ്യത്തിൻ്റെ പേര് കാണാൻ സാധിക്കുന്നില്ല. ദയവായി താങ്കളുടെ ടിക്കറ്റ് ഒന്ന് തരുമോ? വളരെ വിനയപൂർവ്വം ചീഫ് അയാളോട് ചോദിച്ചു. പാസ്പോർട്ട് പരിശോധിക്കലാണ് നിങ്ങളുടെ ജോലി, അല്ലാതെ ടിക്കറ്റ് പരിശോധിക്കലല്ല. ടിക്കറ്റ് പരിശോധന താങ്കളുടെ ജോലിയല്ല. ആൻ്റോണിയോ ക്ഷുഭിതനായി. ഓക്കെ, താങ്കൾ എന്താവശ്യത്തിനാണ് ജപ്പാനിലേക്ക് വന്നിരിക്കുന്നത്? ചീഫ് ചോദിച്ചു. അതിന് മറുപടിയായി ആൻ്റോണിയോ പറഞ്ഞു, ജപ്പാനിലെ ഒരു കമ്പനിയിൽ നിന്ന് പർച്ചേസിങ്ങിനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഉടനെ തന്നെ ചീഫ് പറഞ്ഞു, ഐ ആം വെരി സോറി, ദയവായി ക്ഷമിക്കുക. താങ്കൾക്ക് ഇന്ന് താങ്കളുടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ, അതായത് സ്വരാജ്യത്തേക്ക് മടങ്ങാൻ സാധിക്കില്ല. താങ്കളുടെ പാസ്പോർട്ട് ഞങ്ങൾക്ക് സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് താങ്കൾ ഇന്ന് ഞങ്ങൾ നൽകുന്ന റൂമിൽ വിശ്രമിക്കുക. താങ്കളിൽ നിന്നും അതിനുള്ള തുക ഞങ്ങൾ ഈടാക്കുന്നതല്ല. ദയവായി ഞങ്ങളോട് സഹകരിക്കണം. ഇത്രയും ചീഫ് പറഞ്ഞു. ആൻ്റോണിയോ സമ്മതം എന്ന മട്ടിൽ മറ്റുള്ള ഓഫീസർമാരോടൊപ്പം പുറത്തേക്ക് പോകാനൊരുങ്ങി. അപ്പോൾ തന്നെ ചീഫ് അയാളെ വിളിച്ചിട്ട് ചോദിച്ചു, സാർ, ഒരു കാര്യം കൂടി. താങ്കളുടെ ഈ രാജ്യം ഞങ്ങളുടെ ഈ മാപ്പിൽ എവിടെയാണെന്ന് ഒന്ന് മാർക്ക് ചെയ്ത് തരാമോ? വേൾഡ് മാപ്പായിരുന്നു ചുവരിൽ തൂക്കിയിരുന്നത്. ലോകത്തിൻ്റെ മുഴുവൻ സ്ഥലങ്ങളും ആ മാപ്പിലുണ്ട്. ഒട്ടും അമാന്തിക്കാതെ തന്നെ ചീഫിൽ നിന്നും മാർക്കർ വാങ്ങി അയാൾ ഭൂപടത്തെ ലക്ഷ്യമാക്കി നടന്നു. ഫ്രാൻസിൻ്റെയും സ്പെയിനിൻ്റെയും അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗം അയാൾ വട്ടത്തിൽ മാർക്ക് ചെയ്തു. അയാൾ പോയതിനു ശേഷം ചീഫ് വൃത്തത്തിനുള്ളിലെ ആ രാജ്യത്തെ സൂക്ഷ്മതയോടെ നോക്കി. ആ രാജ്യത്തിൻ്റെ പേര് എൻഡോറ. അവിടെ ആ സ്ഥലത്തിൻ്റെ പേരല്ലാതെ മറ്റൊന്നും കാണാൻ ചീഫിന് സാധിച്ചില്ല.
ചീഫ് പിന്നീട് ഇയാളുടെ പാസ്പോർട്ട് സസൂക്ഷ്മം പരിശോധിച്ചു. ജപ്പാനിൽ പോയതല്ലാതെ വേറെയും 2 രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ള വിവരം ആ പാസ്പോർട്ടിൽ നിന്ന് ചീഫിന് ലഭിച്ചു. പോയ വർഷത്തെ തീയതിയും കാലാവധിയും പരിശോധിച്ച ചീഫ് ഒന്ന് ഞെട്ടി. എല്ലാ യാത്രകളും നിലവിലെ വർഷങ്ങളെക്കാളും ചില വർഷങ്ങൾ കഴിഞ്ഞു പോയതും ഇനി വരാനുള്ള വർഷമാണെന്നും പാസ്പോർട്ടിൽ നിന്ന് തിരിച്ചറിഞ്ഞു. കൂടാതെ ആന്റോണിയോ പറഞ്ഞ ആ കമ്പനി, ജപ്പാനിലെ കമ്പനിയിലേക്ക് ചീഫ് വിളിച്ചു ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരാളെ അവർ അറിയ പോലുമില്ല എന്ന് വിളിച്ചു പറഞ്ഞു. ഉടനെ തന്നെ പോലീസ് ഓഫീസർമാരെ വിളിച്ചു വരുത്തി. അവരോടൊപ്പം ആന്റോണിയോ താമസിക്കുന്ന ഹോട്ടലിലേക്ക് ഇയാൾ പാഞ്ഞു. കൂടാതെ ആ ഹോട്ടലിലേക്ക് വിളിച്ച് ആന്റോണിയോടൊപ്പം പോയ ആ 2 ഓഫീസർമാരോട് അവിടെ തന്നെ കാവൽ നിൽക്കാൻ, പുറത്തേക്ക് എവിടേക്ക് പോകാതെ നോക്കാനും ചീഫ് ഫോണിലൂടെ അവരെ കർശനമായി താക്കീത് കൊടുത്തു. പോലീസിനോടൊപ്പം ആ ഹോട്ടലിൻ്റെ 7ാം നിലയിലുള്ള റൂമിലേക്ക് ചെന്ന ചീഫ് ഒരു ക്യാമറ വഴി ആന്റോണിയോയെ നിരീക്ഷിക്കുന്നതിനായി ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ സഹായം തേടി. ആന്റോണിയോയുടെ ഓരോ ചലനങ്ങളും സസൂക്ഷ്മം അവിടെ തയ്യാറാക്കിയ TV-യിൽ കൂടി വളരെ ശ്രദ്ധാപൂർവം നോക്കിയിരുന്നു. രാത്രി ഭക്ഷണം ആവശ്യപ്പെട്ട ആന്റോണിയോയ്ക്ക് അവർ ഭക്ഷണം നൽകി. ഭക്ഷണം കഴിച്ച ശേഷം ഒരു സിഗരറ്റ് എടുത്ത് വലിച്ച ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിൽ നിന്നും അയാൾ അക്ഷമനാണെന്ന് ചീഫ് മനസ്സിലാക്കി. കുറച്ച് സമയത്തിന് ശേഷം ലൈറ്റുകൾ ഓഫ് ചെയ്ത് ആന്റോണിയോ കിടന്നുറങ്ങിയതിനാൽ ചീഫും നിരീക്ഷണം മതിയാക്കി വിശ്രമിക്കാൻ പോയി. രാവിലെ ആന്റോണിയോയെ വിളിക്കാൻ റൂമിന് പുറത്ത് കാവൽ നിന്നിരുന്ന ഓഫീസർമാരോട് ചീഫ് ആവശ്യപ്പെട്ടു. റൂം തുറന്ന അവർക്ക് ആന്റോണിയോയെ അവിടെ ഒന്നും കാണാൻ സാധിച്ചില്ല. റൂം മുഴുവൻ അരിച്ചു പെറുക്കിയ അവർക്ക് ആന്റോണിയോയുടെ ഒരു ബാഗ് മാത്രമാണ് ലഭിച്ചത്. റൂം പരിശോധനയിൽ ഗ്ലാസ് വിൻഡോകൾ വഴിയോ അല്ലാതെ വേറെ ഏതെങ്കിലും വഴിയോ രക്ഷപ്പെടുന്നതിനുള്ള സാധ്യത വളരെ കുറവാണെന്ന് അവർ കണ്ടെത്തി. ഒരു സാധ്യതയില്ല, ഗ്ലാസ് ഒന്നും ബ്രേക്ക് ആയിട്ടില്ല. അതുപോലെ തന്നെ ഒരു വിധത്തിലും അവിടെ നിന്ന് പുറത്തെടുക്കാനുള്ള ചാൻസ് ഇല്ല എന്ന് മനസ്സിലാക്കിയവർ പോലീസിനെ വിളിച്ച് ഡോഗ് സ്ക്വാഡിൻ്റെ സഹായം തേടി. ഡോഗ് സ്ക്വാഡ് എത്തി നായ ആന്റോണിയോ പുതച്ച പുതപ്പിലേക്ക് നോക്കി കുരയ്ക്കുകയല്ലാതെ വേറെ ഒരു സ്ഥലത്തേക്കും നായ മൂവ് ചെയ്തില്ല. നിരാശയോടെ ചീഫ് ആന്റോണിയോയുടെ ബാഗ് പരിശോധിച്ചു. ബാഗിൽ നിന്നും പല രാജ്യത്തു നിന്നുള്ള കറൻസികൾ കണ്ടെത്തി. ഫ്രഞ്ച്, ജപ്പാൻ, സ്പാനിഷ് എന്നീ ഭാഷകളിൽ എഴുതിയ ചില കുറിപ്പുകളും മാത്രമാണ് ലഭിച്ചത്. അതിൽ നിന്നും 1-ൽ കൂടുതൽ ഭാഷകൾ ഇയാൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്ന് ചീഫ് മനസ്സിലാക്കി. കൂടാതെ ക്യാമറ ഫുട്ടേജ് ചെക്ക് ചെയ്തപ്പോൾ അതായത് പുതപ്പിനുള്ളിലേക്ക് ഒരു ശക്തമായൊരു വെളിച്ചം വരികയും പിന്നീട് മെല്ലെ അത് ഇരുട്ടാവുകയും ചെയ്തു. ഇതാണ് ക്യാമറ നിരീക്ഷിച്ചപ്പോൾ കിട്ടിയത്. കുറേയേറെ തിരച്ചിലുകളും വിശദീകരണങ്ങളും ഈ സംഭവത്തിന് ശേഷം നടന്നു. പക്ഷെ എങ്ങും ഫലം കണ്ടില്ല. ഒരുപാട് മിസ്റ്ററി ഫീൽ ചെയ്തിരുന്നു. ഫലം കാണാതെ പോയതുകൊണ്ട് എമിഗ്രേഷൻ ഓഫീസർമാരും പോലീസ് ഓഫീസർമാരും ഈ കേസ് ഫയൽ മടക്കി. അങ്ങനെ ഇന്നും ചുരുളഴിയാത്ത ഒരു രഹസ്യമായി ദി മാൻ ഫ്രം ടോററ്റ് നിലകൊള്ളുന്നു. കുറെ കാലത്തിന് ശേഷം വിരമിച്ച ആ ചീഫ് ഓഫീസർ പാരലൽ വേൾഡിനെ കുറിച്ച് പഠനം നടത്തുന്ന ഗവേഷകനായ തന്റെ സുഹൃത്ത് പോൾ ബെക്ക് എന്ന ആളുടെ ഇതിനെക്കുറിച്ച് ആരാഞ്ഞു. ഈ വിവരങ്ങൾ പോൾ ബെക്ക് തന്റെ പുതിയ നിരീക്ഷണ പഠന പുസ്തകത്തിൽ മിസ്റ്ററി ആൻഡ് ബിസിയർ പീപ്പിൾ എന്ന പേരിൽ എഴുതി വെച്ചു. 1981 പിന്നീട് ഈ സംഭവങ്ങളൊക്കെ പുറം ലോകം അറിയുന്നത്. ഈ സംഭവത്തിന് ശേഷം പലരും സംശയിക്കുന്ന ഒരു കാര്യം ആന്റോണിയോ ഒരു ടൈം ട്രാവലർ ആയിരുന്നു എന്നുള്ളതാണ്. അതായത് നമ്മുടെ ലോകത്തിന് പാരലലായി മറ്റൊരു യൂണിവേഴ്സ് ഉണ്ടോ, മറ്റൊരു വേൾഡ് ഉണ്ടോ എന്നുള്ളതാണ്. ഈ സംഭവത്തിനെ അടിസ്ഥാനമാക്കി 2015 നിക് ക്രീസ് ടെഡിൽ സംവിധാനം ചെയ്ത ദ മാൻ ഫ്രം ടോററ്റ് എന്ന ഒരു ചിത്രം 2015 ഇതിനെ ആസ്പദമാക്കി ഇറങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.